വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽഡിംഗ് ടോപ്പിക്കിൻ്റെ MCQ ഡിസ്കഷനാണ്. എനിക്ക് കോൾഡ് ഉണ്ട്, അപ്പം ശബ്ദത്തിനൊരു വ്യത്യാസം കാണും. എല്ലാവരും സഹകരിക്കുക. വേറൊരു ടോപ്പിക്കും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് കരുതിയാണ്, പക്ഷേ കോൾഡ് ആയതുകൊണ്ട് സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് ഫില്ലർ റോഡ് ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൊളംബിയം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓപ്ഷൻ സി, കൊളംബിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളംബിയം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക ഫില്ലർ റോഡായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം ദ ഗ്യാസ് വെൽഡിംഗ് ഡിഫക്റ്റ്. ഈ കാണുന്ന ഫിഗറിലെ ഗ്യാസ് വെൽഡിംഗ് ഡിഫക്റ്റ് ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലാക്ക് ഓഫ് ഫ്യൂഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ കോസ് ഇഫ് ദ നോസിൽ ടച്ചസ് ദ മോൾട്ടൻ പൂൾ? ഇപ്പോൾ നമ്മൾ ബാക്ക് ഫയറിനെ കുറിച്ചും ഫ്ലാഷ് ബാക്കിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഏതാണെന്ന് അറിയാം നമുക്ക്. ഓക്കെ, അപ്പോൾ നോസിൽ ടച്ച് ചെയ്യുന്ന മോൾട്ടൻ പൂളിൽ ടച്ച് ചെയ്യുന്നിടത്ത് ഓപ്ഷൻ സി, ബാക്ക് ഫയർ ആണ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ജോയിന്റ് ഇൻ ദ ആർക്ക് വെൽഡിംഗ്. ഇപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോർണർ ജോയിന്റ് ആണെന്ന് അറിയാം. ഇതിൽ നമ്മൾ ഫിഗറിൽ ശ്രദ്ധിച്ച് നോക്കാൻ നേരത്ത് ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഇതിൽ കയറിയിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹാഫ് ഓപ്പൺ കോർണർ ജോയിന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ? അപ്പോൾ AC വെൽഡിംഗ് ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന് അറിയാം. ഓക്കെ, AC വെൽഡിംഗ് മെഷീനിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പം അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് കൺവേർട്സ് ലോ വോൾട്ടേജ് ഹൈ കറണ്ട്, ഹൈ വോൾട്ടേജ് ലോ കറണ്ടിനെ ലോ വോൾട്ടേജ് ഹൈ കറണ്ടായിട്ട് മാറ്റുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ? AC വെൽഡിംഗ് ട്രാൻസ്ഫോമറിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ആർക്ക് ബ്ലോയിന്ന് അത് ഫ്രീ ആണ്. AC വെൽഡിംഗ് DC മെഷീൻസിലാണ് ആർക്ക് ബ്ലോ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, നോൺ ഫെറസ് മെറ്റലിന് നോട്ട് സ്യൂട്ടബിൾ ആണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് നോൺ ഫെറസ് മെറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർക്ക് വെൽഡിംഗ് മെഷീൻ ക്യാൻ ബി യൂസ്ഡ് എനിവെയർ ഇൻ ദ ഫീൽഡ് വർക്ക് ഈവൻ അവേ ഫ്രം ഇലക്ട്രിക് ലൈൻസ്? ഓക്കെ, അതിൻ്റെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഒന്ന് റെക്ടിഫയർ സെറ്റ്, മോട്ടോർ ജനറേറ്റർ സെറ്റ്, എൻജിൻ ജനറേറ്റർ സെറ്റ്, AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടോപ്പിക്ക്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, എൻജിൻ ജനറേറ്റർ സെറ്റാണ്. നമുക്ക് ആ ഫീൽഡ് വർക്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെൽഡിംഗ് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് ആർക്ക് വെൽഡിംഗ് മെഷീൻ പ്രൊവൈഡ്സ് ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇലക്ട്രോഡ് ആൻഡ് ജോബ്? ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ബെറ്റർ ആയിട്ട് ഇലക്ട്രോഡിലും ജോബിലും കൊടുക്കുന്നത് റെക്ടിഫയർ സെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ പെയിൻറ്റഡ് ഓൺ ദ അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടേഴ്സ്? ഇപ്പോൾ നമ്മൾ സിലിണ്ടേഴ്സിൻ്റെ കളറും അതിൻ്റെ വാൽവ് ത്രെഡും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് അസറ്റിലിൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് മെറൂൺ ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ, വാട്ട് ഈസ് ദ ആംഗിൾ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ ബ്ലോ പൈപ്പ് ആൻഡ് ഫില്ലർ റോഡ്? ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുക, ബ്ലോ പൈപ്പും ഫില്ലർ റോഡും. ഏത് ടെക്നിക്കാണ്? ലെഫ്റ്റ് വേർഡ് ആണ് വെൽഡിംഗ് ടെക്നിക്ക്. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ളത് 60 to 70, 30 to 40 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, 60-40 ഉണ്ട്, 60-30 ഉണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരെണ്ണം ലോവർ ലിമിറ്റ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതും ലോവർ ലിമിറ്റ് തന്നെ എടുക്കുക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, 60 and 30. വിച്ച് ഫാക്ടർ ഡിറ്റർമിൻ ദ കറണ്ട് സെറ്റിംഗ് ഡ്യൂറിങ് വെൽഡിംഗ്? ഇപ്പോൾ നമ്മൾ കറണ്ട് സെറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറണ്ട് സെറ്റിങ് ഒരു വെൽഡിങ്ങിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ ഇലക്ട്രോണിൻ്റെ ഡയമീറ്ററിനനുസരിച്ചാണ്. ഓപ്ഷൻ ഡി, ഡയമീറ്റർ ഓഫ് ഇലക്ട്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the OCV for welding in step down transformer which reduces the main supply voltage? അപ്പോൾ ഈ 220 ഒരു 440 വോൾട്ടിനെ എത്രയൊക്കെയാണിത് കുറയ്ക്കുന്നതെന്നാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതെന്ന് പറയുന്നത് 40 and 100 വോൾട്ട് ആണ്. ആൻസർ ഓപ്ഷൻ എ, 40 and 100 വോൾട്ട്. വിച്ച് ഈസ് ദ വെൽഡിംഗ് മെഷീൻ ഡിസൈൻ ടു സപ്ലൈ ബോത്ത് AC and DC current for welding ferrous and non-ferrous metals using all types of electrode? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, റെക്ടിഫയർ സെറ്റാണ്. അത് AC-ക്കും DC-ക്കും യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം ദ സേഫ്റ്റി ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ഇൻ വെൽഡിംഗ് പ്ലാന്റ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതെന്ന് പറയുന്നത്
കംപ്രസർ യൂസ് ചെയ്ത് ഫ്യൂസസ് ഫോഴ്സ് ഔട്ട് ചെയ്യുന്നതാണോ? കൂളിംഗ് ദ സർഫസ് ടു ക്ലിയർ ഗ്യാസസ്, ആ സർഫസിനെ കൂൾ ചെയ്ത് ഗ്യാസസിനെ ക്ലിയർ ചെയ്യുന്നതാണോ? പിന്നെ വാട്ടർ ഫോഴ്സ് ചെയ്തിട്ട് സർഫസിനെ ക്ലീൻ ചെയ്യുന്നതാണോ? ഓപ്ഷൻ ഡി, എക്സോസ്റ്റ് ഡക്റ്റ് വെച്ചിട്ട് ഫ്യൂസസും ഗ്യാസും ക്യാപ്ചർ ചെയ്യുന്നതാണ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, എക്സോസ്റ്റ് ഡക്റ്റ് ക്യാപ്ചർ ഫ്യൂസസ് ആൻഡ് ഗ്യാസസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. അപ്പോൾ നമ്മൾ സിലിണ്ടേഴ്സ് പഠിച്ചപ്പം ഈ പാർട്ടിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന കർവ് സർഫസിൽ വരുന്ന അതിൻ്റെ പേരാണ് സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് എന്ന് പറയും, സേഫ്റ്റി പ്ലഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ് ഇൻ വെൽഡ് ഡയറക്ഷൻ. വെൽഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷനെ നമ്മൾ പറയുന്നത് ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റോർഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെറ്റൽ എഡ്ജ് ഇൻ ആംഗിൾ ഡ്യൂറിങ് വെൽഡിംഗ് ആൻഡ് കട്ടിംഗ് ഓപ്പറേഷൻ. ഒരു ആംഗിളിൽ നമ്മൾ ബിവൽ ചെയ്യുന്ന കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിൻലി കട്ടിംഗ് ഓപ്പറേഷനിൽ വരുന്നതാണ്, നമ്മൾ സിലബസിലില്ല എങ്കിലും ഇതിൻ്റെ ആൻസർ പഠിച്ചു വെച്ചേക്കുക, ബിവലാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വെൽഡിംഗ് ഡിഫക്റ്റ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന വെൽഡിംഗ് ഡിഫക്റ്റിൻ്റെ പേരെന്താണ്? നമ്മൾ ആദ്യം പഠിച്ച ഗ്രൂവ് അല്ലെങ്കിൽ ഒരു ചാനൽ ഉണ്ടാകുന്ന ആ ഡിഫക്റ്റിൻ്റെ പേരാണ് അണ്ടർ കട്ട്. ഓപ്ഷൻ എ, അണ്ടർ കട്ടാണ് ആൻസർ. വൈ ദ സിലിണ്ടർ കീസ് ആർ നോട്ട് റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ വൈൽ വെൽഡിംഗ്. അപ്പോൾ ഇത് നമ്മൾ സിലിണ്ടർ കീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബാക്ക് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സിലിണ്ടർ കീസ് ആ വാൽവ് സോക്കറ്റിൽ തന്നെ വെച്ചിരിക്കും. ഓക്കെ, ടു ക്ലോസ് ക്വിക്ലി ഇൻ കേസ് ഓഫ് ഫയർ. വിച്ച് പ്രോസസ് ബ്ലോ ഔട്ട് ദ സിലിണ്ടർ വാൽവ് സോക്കറ്റ് ബിഫോർ കണക്ടിങ് ദ റെഗുലേറ്റർ. സിലിണ്ടർ വാൽവ് സോക്കറ്റ് ബ്ലോ ഔട്ട് ചെയ്യുന്നു ഈ റെഗുലേറ്റർ കണക്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ അതിനൊരു പേര് പറയുമായിരുന്നു, അതിൻ്റെ പേരാണ് ക്രാക്കിംഗ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്രാക്കിംഗ് എന്നാണ് അതിനെ പറയുന്നത്. വാട്ട് ഈസ് ദ ഓക്സിജൻ സിലിണ്ടർ കളർ. ഇപ്പോൾ ഓരോ ഓക്സിജൻ്റെയും അസിറ്റലിൻ്റെയും സിലിണ്ടറിൻ്റെ കളർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് ആൻസർ. ഓക്കെ, ഇപ്പോൾ ഓരോ സിലിണ്ടേഴ്സിൻ്റെയും പേര് നിങ്ങൾ കളർ കോഡ് പഠിച്ചു വെച്ചേക്കുക, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. ഇപ്പം ഇതിൻ്റെ അകത്ത് 2 വാൽവ് ഉണ്ട്. ഓക്കെ, 2 ഇല്ലറ്റും ഉണ്ട്. ഇപ്പം ഇതെന്ന് പറയുന്നത് അസറ്റിലിൻ വാൽവാണ്, കൺട്രോൾ വാൽവ്. ഇതെന്ന് പറയുന്നത് ഓക്സിജൻ കൺട്രോൾ വാൽവാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഓക്സിജൻ കൺട്രോൾ വാൽവാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് PP. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു വെൽഡിങ്ങിലെ. അപ്പോൾ ഈ ഹാൻഡിലുള്ളതും പിന്നെ ഹെൽമെറ്റ്, ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഹെൽമെറ്റ് സ്ക്രീൻ ആണോ ഹാൻഡ് സ്ക്രീൻ ആണോ എന്നുള്ളതാണ്. ഹാൻഡിലുള്ളത് ഹാൻഡ് സ്ക്രീനാണ്. ഓക്കെ, ഓപ്ഷൻ സി, വെൽഡിംഗ് ഹാൻഡ് സ്ക്രീൻ ആണ് ഇതിൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെല്ലുലോസിക് ഇലക്ട്രോഡ് ഇൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ്. ഇപ്പം നമ്മൾ ഇലക്ട്രോഡിൻ്റെ ഇപ്പം നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്യുന്നുണ്ട്. കാരണം എക്സ്ട്രാ എവിടെന്നെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്ന നിലക്കാണ് ഈ ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്തത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെല്ലുലോസിക് ഇലക്ട്രോഡ് ഇൻ ആർക്ക് വെൽഡിംഗ്. അതായത് ഡെപ്പോസിറ്റഡ് സ്ലാഗിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. വെരി ഈസി ടു റിമൂവ് ദ ഡെപ്പോസിറ്റഡ് സ്ലാഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. ഇത് നമ്മുടെ സിലബസിലുള്ളതല്ല എങ്കിലും ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്ത് വെച്ചാൽ ഇൻ കേസ് ആ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ നേരത്ത് സബ്ജക്റ്റ് എക്സ്പേർട്ട് കുറച്ച് കുഴപ്പിക്കാമെന്ന് കരുതി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകാതിരിക്കാനാണ്. ഈ പാർട്ടിൻ്റെ പേര് വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദ സ്റ്റോറിംഗ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 m³ ആണ്. വാട്ട് ഈസ് ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ഫ്ലെയിങ് സ്പാർക്ക് ഡ്യൂറിങ് ഗ്യാസ് കട്ടിങ്. ബോഡിയെ ഫ്ലെയിങ് സ്പാർക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് അത് ലെതർ ഏപ്രോൺ ആണ്. ഓക്കെ, ഹൗ ടു എക്സ്റ്റിങ്ക്വിഷ് ദ ഫ്ലെയിം ആഫ്റ്റർ യൂസിങ് ഗ്യാസ് വെൽഡിങ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഗ്യാസ് വെൽഡിങ്ങിന് ശേഷം. ആദ്യമേ ഓക്സിജൻ ഷട്ട് ഓഫ് ആയിട്ട് ഡിപ്പ് ബ്ലോ പൈപ്പ് ഇൻ വാട്ടർ. ഓക്കെ, ആ ബ്ലോ പൈപ്പ് നമ്മൾ വാട്ടറിൽ മുക്കി വെക്കുകയാണോ ചെയ്യുന്നത്, അതോ ഷട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് അസിറ്റിലിൻ വാൽവ് അറ്റ് എ ടൈം. ഓക്സിജൻ അസിറ്റിലിൻ വാൽവ് അറ്റ് എ ടൈം തന്നെ ഷട്ട് ഓഫ് ചെയ്യുന്നു. ഷട്ട് ഓഫ് ഓക്സിജൻ വാൽവ് ഫസ്റ്റ്, നെക്സ്റ്റ് അസിറ്റിലിൻ വാൽവ്, അങ്ങനെയാണോ? ഷട്ട് ഓഫ് അസിറ്റിലിൻ വാൽവ് ഫസ്റ്റ്, നെക്സ്റ്റ് ഓക്സിജൻ വാൽവ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലെയിം
ഷട്ട് ഓഫ് ചെയ്യാനായിട്ട്, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് അസിറ്റിലിൻ വാൽവാണ് ആദ്യം ഷട്ട് ഓഫ് ചെയ്യുന്നത്, അതിനുശേഷമാണ് ഓക്സിജൻ വാൽവ്. ബാക്ക് ഫയർ ഉണ്ടാകുന്ന സമയത്താണ് ഓക്സിജൻ വാൽവ് ആദ്യമേ ഷട്ട് ഓഫ് ചെയ്യുന്നത്. അത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഓക്കെ. വൈ ഹമ്മിങ് സൗണ്ട് എഫക്ട്സ് ഡ്യൂറിങ് ആർക്ക് വെൽഡിങ്. ഇപ്പം നമ്മൾ ആർക്ക് ലെങ്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ സൗണ്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. വൈ ഹമ്മിങ് സൗണ്ട്. ഹമ്മിങ് സൗണ്ട് ഉണ്ടാകുന്നത് ലോങ് ആർക്ക് ലെങ്ത് കൊടുക്കാൻ നേരത്താണ്. ഓക്കെ. വിച്ച് ഇന്റേണൽ ഡിഫക്റ്റ് ഇൻ വെൽഡിങ് ഈസ് ഇൻവിസിബിൾ ടു നേക്കഡ് ഐ. നേക്കഡ് ഐക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഇന്റേണൽ ഡിഫക്റ്റ് ഏതാണെന്നാണ്. ഇന്റേണൽ ഡിഫക്റ്റ്. അപ്പോൾ ഈ കൂട്ടത്തിൽ പോറാസിറ്റി അല്ല, പോറോസിറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് ബേസ് മെറ്റൽ എഡ്ജസ് ആർ നോട്ട് മെൽറ്റഡ്. ബേസ് മെറ്റൽ എഡ്ജസ് മെൽറ്റ് ചെയ്യാത്ത പ്രോസസ്സ് ഏതാണ്? ആർക്ക് വെൽഡിങ്ങിൽ ബേസ് മെറ്റൽ മെൽറ്റ് ആവും, ഗ്യാസ് വെൽഡിങ്ങിലും മെൽറ്റ് ആവും. ഓക്സിഡൈസിൽ വെൽഡിംഗ് എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ് ആണ്. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഇൻ ദ അസിറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ അസിറ്റിലിൻ ഗ്യാസ് സിലിണ്ടറിൻ്റെ ത്രെഡ് നമ്മൾ നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്മെ ത്രെഡ് അല്ല, സ്ക്വയർ ത്രെഡ് അല്ല, റൈറ്റ് ഹാൻഡ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ് ഫ്യൂൽ ഗ്യാസുകൾക്ക് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് എക്സ്. അപ്പോൾ ഇതൊരു ബ്ലോ പൈപ്പിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആ ടോർച്ചിൻ്റെ ആ മിക്സിംഗ് ചേമ്പറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. മിക്സിംഗ് ചേമ്പറാണ് ഈ എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ സി ഇൻറ്റു ഡി സി ഇൻ എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമർ. എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമറിൽ എ സിയെ ഡി സി ആക്കി മാറ്റുന്നത് ഓപ്ഷൻ ബി റെക്ടിഫയർ ആണ്. വാട്ട് ഈസ് ദ സർഫസ് ഓഫ് വെൽഡ് സീൻ ഫ്രം ദ സൈഡ് ഫ്രം വിച്ച് ദ വെൽഡ് വാസ് മെയ്ഡ്. അപ്പോൾ നമ്മൾ വെൽഡിൻ്റെ നോമൻക്ലേച്ചർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മൾ വെൽഡ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ നോക്കാൻ നേരത്ത് നമ്മൾ കാണുന്ന ആ വെൽഡ് സർഫസിനെ പറയുന്ന പേരാണ് വെൽഡ് ഫേസ്. ഓക്കെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വെൽഡിങ് ഹാൻഡ് സ്ക്രീൻ. ഹാൻഡ് സ്ക്രീൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിലും ഫേസിലും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ. ഐസിനെയും ഫേസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് വെൽഡിങ് ഹാൻഡ് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ഓർ ക്ലോസ് ദ ഗ്യാസ് സിലിണ്ടർ വാൽവ് ഇൻ ഗ്യാസ് വെൽഡിങ്. അപ്പം ഗ്യാസ് വെൽഡിങ്ങിൽ ആ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ എൻഡഡ് സ്പാനർ ആണോ? അല്ല, സിലിണ്ടർ കീ ആണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് കോട്ടിംഗ് ഫാക്ടർ ഫോർ ലൈറ്റ് കോട്ടഡ് ഇലക്ട്രോഡ്സ്. അപ്പോൾ ഈ കോട്ടിംഗ് ഫാക്ടർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ലൈറ്റ് കോട്ടഡ് ഇലക്ട്രോഡ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 1.25 to 1.3 ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് ഷോൺ. അപ്പോൾ നമ്മൾ ഓരോ ഹാൻഡ് ടൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗ്യാസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഹാൻഡ് ടൂൾസ്. അതിൽ ടിപ്പ് ക്ലീനർ ആണ് ഈ കാണുന്നത്. ഇത് കൂടാതെ ഇത് കാണുന്ന ഡ്രില്ലാണ്. ഇത് കൂടാതെ ഒരു സ്മൂത്ത് ഫയലും കൂടെ ഇതിൽ വരും, ആ സർഫസ് ഫയൽ ചെയ്യാനായിട്ടാണ്. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ് ഇൻ ദ വെൽഡ് ഡയറക്ഷൻ. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വെൽഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷന് പറയുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റോർഷൻ എന്നാണ്. വാട്ട് ഈസ് ദ സ്റ്റോറിംഗ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ. ഓക്സിജൻ സിലിണ്ടറിൻ്റെ സ്റ്റോറിംഗ് കപ്പാസിറ്റി 7 മീറ്റർ ക്യൂബ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. വാട്ട് ഈസ് ദ വെൽഡിംഗ് പ്രോസസ് ഷോൺ. ഇത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്, എങ്കിലും അറിഞ്ഞിരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ് പ്രോസസ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. വൈ ടാക്ക് വെൽഡ് ഈസ് ഡൺ പ്രയർ ടു വെൽഡിംഗ് പ്രോസസ്. അപ്പോൾ നമ്മൾ ടാക്ക് വെൽഡ് അടിക്കുമെന്ന് പറഞ്ഞു, വെൽഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മെയിൻറ്റെയിൻ പൊസിഷൻ ഓഫ് പാർട്സ് ഡ്യൂറിങ് വെൽഡിങ്. ഇപ്പോൾ രണ്ട് പാർട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു, ജസ്റ്റ് നമ്മളിവിടെ ടാക്ക് അടിക്കും, ഇവിടെ ടാക്ക് അടിക്കും, എന്നിട്ടായിരിക്കും വെൽഡ് ചെയ്യുന്നത്. അത് പൊസിഷൻ ചെയ്ത് വെക്കാനായിട്ടാണ് കറക്റ്റായിട്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കോമൺലി യൂസ്ഡ് ഗ്യാസ് ഫ്ലെയിം കോമ്പിനേഷൻ ഡ്യൂറിങ് വെൽഡിങ്. വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ഫ്ലെയിം എന്ന് പറയുന്നത് ഓക്സി അസിറ്റിലിൻ ഫ്ലെയിം ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് ഷോൺ ഇൻ ഫിഗർ. സ്ക്രൂ ക്ലാമ്പ് ആണോ, ഇലക്ട്രോഡ് ഹോൾഡർ ആണോ, അല്ല എർത്ത് ക്ലാമ്പ് ആണോ, സ്പ്രിംഗ് ലോഡഡ് ക്ലാമ്പ് ആണോ. ഇപ്പോൾ എർത്ത് ക്ലാമ്പ് തന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, സ്ക്രൂ ക്ലാമ്പും ഉണ്ട്, സ്പ്രിംഗ് ലോഡഡ് ക്ലാമ്പും ഉണ്ട്. ഓക്കെ. പിന്നെ അത് ഡയറക്റ്റ് എർത്ത് ക്ലാമ്പ് എന്ന് പറഞ്ഞുള്ളൂ, അതായിരിക്കും ആൻസർ വരിക. ഇത് സ്പ്രിംഗ് ലോഡഡ് എർത്ത് ക്ലാമ്പ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാമായിരുന്നു. ഇത് സ്പ്രിംഗ് ലോഡഡ് എർത്ത് ക്ലാമ്പ് ആണ്. പിന്നെ സ്ക്രൂ ടൈപ്പും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സി ക്ലാമ്പ് പോലെ ഇരിക്കും അത്. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് ഫില്ലർ റോഡ് ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കൊളംബിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഗ്യാസ് വെൽഡിങ്ങിൽ ഫില്ലർ റോഡായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന് വേണ്ടി യൂസ് ചെയ്യുന്ന കൊളംബിയം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് കോട്ടിംഗ് ഈസ് മെയ്ഡ് വിത്ത് കാൽസ്യം ഫ്ലൂറൈഡ് ഓർ കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ നമുക്കതില്ലാത്തൊരു ടോപ്പിക് ആണെങ്കിലും ആഡ് ചെയ്യുന്നേ ഉള്ളൂ ഫ്ലെക്സ് കോട്ടിങ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബേസിക് കോട്ടഡ് ഓർ ഹൈറ്റ് ആൻഡ് കൺട്രോൾഡ് ആണ് ഫ്ലെക്സ് കോട്ടിംഗ്. ഓക്കെ. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് കാർബൺ സ്ട്രെങ്തനിങ് ഏജന്റ് ഇൻ മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ്? മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡിൽ കാർബൺ സ്ട്രെങ്തനിങ് ഏജന്റിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.1 to 0.3% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇക്വിപ്മെന്റ് ഷോൺ? ഈ ഇക്വിപ്മെന്റ് പറയുന്ന പേര് ഓവൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ. ഇലക്ട്രോഡ് ഡ്രൈയിങ് ഓവൻ ആണ്. അപ്പോൾ മോയ്സ്ചർ ഉള്ള ഇലക്ട്രോഡിനെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രോഡ് ഡ്രൈയിങ് ഓവൻ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഹൗ ഗ്യാസ് സിലിണ്ടേഴ്സ് ആർ ഐഡന്റിഫൈഡ്? വെയിറ്റ് വെച്ചിട്ടാണോ, പ്രഷർ വെച്ചിട്ടാണോ, സ്റ്റോറിംഗ് കപ്പാസിറ്റി വെച്ചിട്ടാണോ? ബോഡി കളറും അതിൻ്റെ വാൽവ് ത്രെഡും വെച്ചിട്ടാണ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ വെൽഡിംഗ് നോസിൽ വിത്ത് എ നെക്ക്? അപ്പോൾ വെൽഡിംഗ് നോസിൽ അതിൻ്റെ നെക്കുമായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 120 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് ഷോൺ? എർത്ത് ക്ലാമ്പ് അല്ല, സ്ക്രൂ ക്ലാമ്പ് അല്ല, സ്പ്രിംഗ് ലോഡഡ് ക്ലാമ്പ് അല്ല. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡർ ആണ്. ഇലക്ട്രോഡ് ഹോൾഡർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡിനെ ഹോൾഡ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഇലക്ട്രോണിൻ്റെ ആംഗിൾ വേണമെങ്കിൽ ചോദിക്കാം. ആർക്ക് വെൽഡിങ്ങിൽ ഹോൾഡ് ചെയ്യുന്നത് അത് 70 to 80 ഡിഗ്രിയാണ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെറ്റൽ എഡ്ജിൻ ഇൻ ആൻ ആംഗിൾ ഡ്യൂറിങ് വെൽഡിങ് ആൻഡ് കട്ടിംഗ് ഓപ്പറേഷൻ? ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിവൽ. വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് കോട്ടിംഗ് ഈസ് മെയ്ഡ് വിത്ത് ടൈറ്റാനിയം ഓക്സൈഡ്? ടൈറ്റാനിയം ഓക്സൈഡ് ഇതും ഫ്ലെക്സ് കോട്ടിങ്ങിൻ്റെ ഇതിൽ വരുന്നതാണ്. അതെന്ന് പറയുന്ന റൂട്ടൈൽ എന്ന് പറയുന്നതാണ് ആൻസർ. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് കോട്ടിംഗ് ഫാക്ടർ ഫോർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡ്സ്? ഹെവി കോട്ടഡ് ഇലക്ട്രോഡ്സ് കോട്ടിംഗ് ഫാക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിക്കാറുള്ളതാണ്. 1.6 to 2.2 ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന ഫിഗറിൽ ഏത് ഡിഫക്റ്റിനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ആ ഡിഫക്റ്റ്. ഇങ്ങനെ ചെറിയ ഹോൾസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ആ ഹോൾസിന് പറയുന്ന പേര് ബ്ലോ ഹോൾ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ടൂൾ ഷോൺ? ഈ ടൂളിൻ്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്, ടോങ്സ് ആണ്. വൈ ഹമ്മിങ് സൗണ്ട് എഫക്ട്സ് ഡ്യൂറിങ് ആർക്ക് വെൽഡിങ്? ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ലോങ് ആർക്ക് ലെങ്ത് മൂലമാണ് ഹമ്മിങ് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സൗണ്ട് ഉണ്ട്, ഷോർട്ടിനും ഉണ്ട്, നോർമലിനും ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക ആ സൗണ്ട്. ഓക്കെ. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് കട്ടിംഗ് മൈൽഡ് സ്റ്റീൽ യൂസിങ് ഗ്യാസ്? മൈൽഡ് സ്റ്റീൽ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിയാസിറ്റിൻ ഫ്ലെയിം ആണ്, കട്ടിംഗ് പ്രോസസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഗ്യാപ്പ് ഫൗണ്ടഡ് ഓൺ മെറ്റൽ കോൾഡ് ഡ്യൂ ടു ഗ്യാസ് കട്ടിംഗ് ഓപ്പറേഷൻ? അതിന് പറയുന്നത് ഗ്യാസ് കട്ടിങ് നമുക്കില്ലാത്തതാണ്, കെർഫ് എന്നാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഗ്യാപ്പ് ഫൗണ്ടഡ് ഓൺ മെറ്റൽ കോൾഡ് ഡ്യൂ ടു ഗ്യാസ് കട്ടിംഗ് ഓപ്പറേഷൻ, കെർഫ്. ഹൗ മെനി നമ്പർ ഓഫ് കൺട്രോൾ വാൽവ്സ് ആർ ഇൻ എ കട്ടിംഗ് ബ്ലോ പൈപ്പ്? ഇപ്പം നേരത്തെ കൺട്രോൾ വാൽവ്സ് പറഞ്ഞു, ഓക്സിജനും അസറ്റിലിൻ്റെയും 2 കൺട്രോൾ വാൽവ്സ് ആണുള്ളത്. അപ്പോൾ അത് ആൻസർ 2 ആണ്. വിച്ച് ഇന്റേണൽ ഡിഫക്റ്റ് വെൽഡിംഗ് ഈസ് ഇൻവിസിബിൾ ടു നേക്കഡ് ഐ? ഓൾറെഡി ഡിസ്കസ്ഡ്, പോറോസിറ്റി. Which polarity can be obtained when the electrode cable is connected to the positive terminal of DC welding machine? അപ്പം പോസിറ്റീവ് ടെർമിനലിനോട് നമ്മുടെ ഇലക്ട്രോഡ് കേബിൾ കണക്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് കിട്ടുന്നത് സ്ട്രൈറ്റ് പൊളാരിറ്റി ആണോ, റിവേഴ്സ് ആണോ, നെഗറ്റീവ് ആണോ? ഹൈ പൊളാരിറ്റി എന്നുള്ള കേസ് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഉള്ളത് പോസിറ്റീവ് പൊളാരിറ്റിയാണ്, അത് ഓപ്ഷനിലില്ല. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിവേഴ്സ് പൊളാരിറ്റിയാണ്. പോസിറ്റീവ് പൊളാരിറ്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ബോത്ത് എ ആൻഡ് ബി ഓപ്ഷനിലുണ്ടെങ്കിൽ അത് രണ്ടും നമുക്ക് ആൻസർ ചെയ്യാമായിരുന്നു. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ ഷോൺ ഇൻ ഫിഗർ? അപ്പോൾ ഓരോ ടൂളിനെ കുറിച്ചും ഹാൻഡ് ടൂൾസിനെ കുറിച്ച് പഠിച്ചിരിക്കുക. സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് ചിപ്പിംഗ് ഹാമർ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് കോട്ടിംഗ് ഈസ് മെയ്ഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് വുഡ് പൾപ്പ് ആൻഡ് ഫ്ലോർ? ആട്ടോസെലോസ് ആണ്. വുഡ് പൾപ്പും ഫ്ലോറും വരുന്നത് സെല്ലുലോസിക്കലാണ്. ഓക്കെ, സെല്ലുലോസ്. വാട്ട് കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് ഷോൺ ഇൻ ഫിഗർ? ഇതും കട്ടിങ്ങിൽ വരുന്നതാണ്. എന്ന് പറയുന്നത് സ്മോൾ സർക്കിൾ കട്ടിംഗ് ആണ്. ഓപ്ഷൻ സി, സ്മോൾ സർക്കിൾ. വാട്ട് തിക്നെസ് ഓഫ് MS പ്ലേറ്റ് ഈസ് കട്ട് യൂസിങ് ഓക്സിയാസിറ്റിലിൻ കട്ടിംഗ് ടോർച്ച്? ഇപ്പം MS പ്ലേറ്റ് കട്ട് ചെയ്യുന്നത് ഓക്സിയാസിറ്റിലിൻ കട്ടിംഗ് ടോർച്ച് വെച്ച് എബോവ് 4 mm ഉള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഇൻ ദ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സ്? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സിലെ ത്രെഡ് ഏതാണ്? അതെന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്. അസറ്റിലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്. രണ്ടും മാറിപ്പോരും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വെൽഡിംഗ് പൊസിഷൻ ഷോൺ? അപ്പോൾ വെൽഡിംഗ് പൊസിഷനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് ആണോ, വെർട്ടിക്കൽ, ഓവർഹെഡ്, ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ആ 4 പൊസിഷനും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കാണിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ ആണ്.
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗ്യാസ് കട്ടിംഗ് മെഷീൻ ഷോൺ? ഇതിൽ കാണിച്ചിരിക്കുന്നത് പൈപ്പ് കട്ടിംഗ് മെഷീൻ വിത്ത് മാനുവൽ കൺട്രോൾ ആണ്. ഒരു പൈപ്പ് കട്ടിംഗ് മെഷീൻ വിത്ത് മാനുവൽ കൺട്രോൾ ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് എക്സ്? അപ്പോൾ ഇതെന്ന് പറയുന്ന കോട്ടിംഗ് ആണ്. അതിൻ്റെ എന്ന് പറയുന്നത് കോർ വയർ ആണ്. ഓക്കെ, ഇതിന് പറയുന്നത് കോർ വയർ എന്നാണ്. മേളിൽ കൊടുത്തിരിക്കുന്ന കോട്ടിംഗ്, ഫ്ലക്സ് കോട്ട് ചെയ്തിരിക്കുക. വിച്ച് ഗ്യാസ് കട്ടിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ സർക്കംഫറൻഷ്യൽ കട്ടിംഗ് ഓഫ് പൈപ്പ്? അപ്പം പൈപ്പിൻ്റെ സർക്കംഫറൻഷ്യൽ കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസ് കട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് പൈപ്പ് കട്ടിംഗ് മെഷീനാണ്. വാട്ട് വിൽ കോസ് ഇഫ് ദ നോസിൽ ടച്ചസ് ദ മോൾട്ടൻ പൂൾ? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നോസിൽ മോൾട്ടൻ പൂളിനെ ടച്ച് ചെയ്യാൻ നേരത്ത് ബാക്ക് ഫയർ ആണ് ഉണ്ടാകുന്നത്. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് കോട്ടിംഗ് ഫാക്ടർ ഫോർ മീഡിയം കോട്ടഡ് ഇലക്ട്രോഡ്സ്? അപ്പോൾ നമ്മൾ ഹെവി കോട്ടഡ് ഒക്കെ പഠിച്ചായിരുന്നു. ഇതാണ് ഹെവി കോട്ടഡ്. ഇതെന്ന് പറയുന്നത് സൂപ്പർ ഹെവി കോട്ടഡ് ആണ്. മീഡിയം കോട്ടഡ് എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ ബി 1.4 to 1.5. വാട്ട് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ കണ്ടെയ്നേഴ്സ് വിച്ച് ഹോൾഡ് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ബിഫോർ റീപ്ലേസിംഗ് വിത്ത് ഗ്യാസ് കട്ടിംഗ് എക്യുപ്മെൻറ്റ്? ഒരു കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇരുന്ന കണ്ടെയ്നറിൽ ഇപ്പം നമ്മൾ ഗ്യാസ് കട്ടിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് വെച്ച് ക്ലീൻ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് കോസ്റ്റിക് സോഡ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നോസിൽ ഷോൺ? ഗ്യാസ് കട്ടിങ്ങിൻ്റെ ഇതിൽ വരുന്നതാണ്. ഇതിന് ഗേജിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ ആർക്ക്? അത് ആർക്ക് സ്റ്റെബിലൈസിങ് എ സബ്സ്റ്റൻസ് ആണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് അസറ്റിലിൻ സിലിണ്ടർ ഇൻ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് പ്രോസസ്? ഇപ്പോൾ അസറ്റിലിൻ സിലിണ്ടറിൻ്റെ കളർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മെറൂൺ ആണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ? ബ്ലാക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗ്യാസ് കട്ടിംഗ് മെഷീൻ ഷോൺ ഇൻ ഫിഗർ? ഇതെന്ന് പറയുന്നത് നേരത്തെ സ്മോൾ സർക്കിൾ കട്ടിംഗ് മെഷീനെ പഠിച്ചായിരുന്നു. ഇതെന്ന് പറയുന്നത് ലാർജ് സർക്കിൾ കട്ടിംഗ് മെഷീനാണ്. ഓക്കെ, ഇത് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ജോയിൻറ്റിൽ നിന്നൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നോക്കാം. ഇപ്പോൾ 2 പ്ലേറ്റ്സ് സെയിം പ്ലെയിനിൽ തന്നെ ലേ ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബട്ട് ജോയിൻ. 2 പ്ലേറ്റ്സ് ആർ ലേയിങ് ഇൻ സെയിം പ്ലെയിൻ ആൻഡ് ജോയിൻ ടുഗദർ, അതിനെ ബട്ട് ജോയിൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഡെഫിനിഷൻ അതേപോലെ തന്നെ പഠിക്കുക. ഫിഗർ വെച്ച് ചോദിച്ചില്ലെങ്കിൽ അവർ ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ദ വെൽഡിംഗ് ജോയിൻറ്റ്സ് ഫോംഡ് ബൈ പ്ലേസിംഗ് ഓൺ പ്ലേറ്റ് ഓവർലാപ്പിംഗ് ദ അതർ ഈസ് നോൺ ആസ് ലാപ്പ് ജോയിൻറ്റ്. ഓക്കെ, ഈ ഓവർലാപ്പിംഗ് ആണ് ഇവിടുത്തെ കീവേഡ്. അതിനെ ലാപ്പ് ജോയിൻ്റ് എന്ന് പറയും. ഓക്കെ, വെൽഡിംഗ് ജോയിൻറ്റ്സ് ഫോംഡ് ബൈ പ്ലേസിംഗ് 2 പ്ലേറ്റ്സ് വൺ അബവ് ദ അതർ അറ്റ് എ റൈറ്റ് ആംഗിൾ. കീവേഡ് നോക്കുക, വെൽഡിംഗ് ജോയിൻറ്റ്സ് ഫോംഡ് ബൈ പ്ലേസിംഗ് 2 പ്ലേറ്റ്സ് വൺ അബവ് ദ അതർ, ഒന്നിന് മുകളിലായിട്ട് വെച്ചിരിക്കുന്നു, അതായത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, അറ്റ് റൈറ്റ് ആംഗിൾസ്, അതിനെ ടി ജോയിൻ്റ് എന്ന് പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെൽഡ് ഫോംസ് ഓൺ എൽ ഷേപ്ഡ് ഇൻ ക്രോസ് സെക്ഷൻ? ഒരു എൽ ഷേപ്ഡ് ക്രോസ് സെക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണർ ജോയിൻറ്റിൻ്റെ കേസിൽ. അതായത് കോർണർ ജോയിൻറ്റ് ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പം എൽ സെക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൽഡിംഗ് ജോയിൻറ്റ്സ് ഫോംഡ് ബൈ വെൽഡിംഗ് കോമൺ എഡ്ജസ് ഓഫ് 2 പാരലൽ മെമ്പേഴ്സ്. ഇപ്പോൾ കോമൺ എഡ്ജസ് ഓഫ് 2 പാരലൽ മെമ്പേഴ്സ് കിട്ടുന്നത് എഡ്ജ് ജോയിൻ്റ് ആണ്. ഓക്കെ, എഡ്ജ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതേപോലെ 2 പീസ് ഈ എഡ്ജസ് വെൽഡ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് എഡ്ജ് ജോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഈസ് നോട്ട് എ ഫില്ലറ്റ് വെൽഡ്? ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 2 വെൽഡാണുള്ളത്, ബട്ട് വെൽഡും ഫില്ലറ്റ് വെൽഡും. അതിൽ ഈ ലാപ്പ് ജോയിൻറ്റ്, ടി ജോയിൻറ്റ്, കോർണർ ജോയിൻ്റ് ഒക്കെ ഫില്ലറ്റ് വെൽഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ബട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രൂഡ് വെൽഡ് എന്നും പറയും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബട്ട് ജോയിൻ്റ് ആണ്. പിന്നെ നമുക്ക് വെൽഡ് നോമൻക്ലേച്ചർ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് നോക്കാം. ഡെപ്ത് ടു വിച്ച് പേരന്റ് മെറ്റൽ ഈസ് ടു ബി ഫ്യൂസ്ഡ് ഈസ് നോൺ ആസ്? ആ പേരന്റ് മെറ്റൽ എത്രത്തോളം ഡെപ്തിലാണ് ആ ഫ്യൂസ് ചെയ്യുന്നതെന്നുള്ള അതിനെ പറയുന്ന പേരാണ് ഫ്യൂഷൻ സോൺ. ഓക്കെ, ദ സെമി സർക്കുലർ ഡെപ്പോസിറ്റഡ് ഓൺ ദ വെൽഡ് ബീഡ് ഈസ്? ഇപ്പോൾ ആ വെൽഡ് ബീഡിന് മുകളിലായിട്ട് ഒരു സെമി സർക്കുലർ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ കാണുന്ന അതിനെ പറയുന്ന പേര് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ്. ഓക്കെ,
ദ മെറ്റൽ ഓൺ ദ ഫേസ് ഓഫ് ദ വേൾഡ് വിച്ച് ഈസ് ഹയർ ദാൻ ദ സറൗണ്ടിങ് മെറ്റൽ ഈസ് കോൾഡ്, അതിനെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് തന്നെ പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ പോർഷനെ പറയുന്ന പേരാണ് റീഇൻഫോഴ്സ്മെന്റ്. പർപ്പസ് ഓഫ് സെറ്റിംഗ് റൂട്ട് ക്യാപ്പ്. നമ്മൾ റൂട്ട് ക്യാപ്പ് ഇപ്പോൾ രണ്ട് വർക്കുകൾ തമ്മിൽ റൂട്ട് ക്യാപ്പ് സെറ്റ് ചെയ്യും ഇവിടെ. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഒബ്റ്റെയിൻ റിക്വയർഡ് ഡെപ്ത് ഓഫ് ഫ്യൂഷൻ. ആ പെനട്രേഷൻ കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ്. ഡെപ്ത് ഓഫ് ഫ്യൂഷൻ, ടു ഒബ്റ്റെയിൻ റിക്വയർഡ് ഡെപ്ത് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ പെനട്രേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഫ്രം ദ സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ. അതിനെ പറയുന്ന പേരാണ് പെനട്രേഷൻ. ഓക്കെ, ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഫ്രം സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ. ഇൻ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് പെനട്രേഷൻ ഇസ് ദ റേഷ്യോ. ഈ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സിൽ പെനട്രേഷൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് വെൽഡ് ടു ഡെപ്ത് ആണ്. ഓക്കെ, വിഡ്ത്ത് ബൈ ഡെപ്ത് ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ബി ബൈ ഡി എന്നോ ഡബ്ല്യു ബൈ ഡി എന്നോ ഉള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. അത് ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് പെനട്രേഷൻ ഇസ് എ റേഷ്യോ ഓഫ് വിഡ്ത്ത് ഓഫ് വെൽഡ് ടു ഡെപ്ത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് ദ പോയിന്റ് വെയർ ദ വെൽഡ് മെറ്റൽ ടച്ചസ് ദ ബേസ് മെറ്റൽ. അപ്പം നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫിഗർ വെച്ച് തന്നെ നോക്കിയതാണ്. അതിനെ പറയുന്നവർ ലെഗ് ലെങ്ത് എന്നാണ്. ഓക്കെ, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റൂട്ട് ആൻഡ് ടോ ഓഫ് ഫില്ലറ്റ് വെൽഡ്. ഒരു ഫില്ലറ്റ് വെൽഡിന്റെ റൂട്ട് എന്ന് പറയുന്നതും അതിന്റെ ആ മെറ്റൽ ജംഗ്ഷൻ എന്ന് പറയുന്നതും സെയിം പോയിന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ടോ എന്ന് പറയുന്നത് ആ മെറ്റൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ആണ്. അപ്പം അതിനെയും ലെഗ് ലെങ്ത് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചോദിക്കാം, അതുകൊണ്ടാണ് ഈ രണ്ടും ഇവിടെ ക്വസ്റ്റ്യനിൽ കൊണ്ടുവന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് ദ മിഡ് പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ ടു ടോസ് ഓഫ് ദ ഫില്ലറ്റ് വെൽഡ്. ത്രോട്ട് തിക്നെസ് ആണ്, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെൽഡിൻ്റെ നോമൻക്ലേച്ചർ കാണാത്തവർ ആ വീഡിയോ കാണുക. എ സ്മോൾ വെൽഡ് ഡെപ്പോസിറ്റഡ് ഓൺ റൂട്ട് സൈഡ് ഓഫ് ബട്ട് വെൽഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വെൽഡ് ജോയിൻറ്റ്. അപ്പോൾ വെൽഡിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൂട്ടിൽ ഒരു സ്മോൾ വെൽഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് സീലിംഗ് റൺ എന്നും അതിന് മുന്നേ ചെയ്യുന്നതിന് ബാക്കിംഗ് റൺ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇൻസ്പെക്ഷനും വെൽഡിങ് ഇൻസ്പെക്ഷനും പിന്നെ ബ്ലോ പൈപ്പിൻ്റെ രണ്ട് ടൈപ്പും പഠിക്കാനുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കണ്ടീഷൻ ശരിയല്ല, അപ്പം നമുക്കത് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മറ്റേ ഔട്ട് ഓഫ് സിലബസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് പേടിക്കണ്ട, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. പിന്നെ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഞാനെടുത്ത് ആഡ് ചെയ്തതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. എങ്ങാനും ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കാണുക, എന്നിട്ട് എൻ്റെ ഒപ്പം തന്നെ ഇത് ആൻസർ ചെയ്യാൻ പോകാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.